സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. ഈ സിറാത്തുൽ മുസ്തഖീം ആരുടെ മാർഗ്ഗമാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗമാണ്. നീ നിഅമത്ത് ചൊരിഞ്ഞവർ. ആരെയാണ് അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞത്? വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞവർ, അല്ലാഹു അനുഗ്രഹിച്ചവർ നബിമാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. ഇവരെയൊക്കെ നിങ്ങൾ നോക്കൂ, അവർ പഠിച്ചത് പ്രാവർത്തികമാക്കിയവരാണ്. നബിമാർ അറിഞ്ഞത് പ്രാവർത്തികമാക്കിയവരാണ്. സുദ്ദീഖുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ നേതാവാണ്, അറിഞ്ഞത് പ്രാവർത്തികമാക്കിയവരാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്നുകൊണ്ട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരനായി ഉള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാനുണ്ട്. നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു ജനാസയെ പിൻപറ്റിയത്? ഞാനുണ്ട്. നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തത്? ഞാനുണ്ട്. നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിച്ചത് പ്രാവർത്തികമാക്കിയ വ്യക്തിയായിരുന്നു. വശുഹദാ, മൂന്നാമത്തെ വിഭാഗം ശുഹദാക്കളാണ്. അവർ പഠിച്ചത് പ്രാവർത്തികമാക്കിയവരാണ്, അതിനുവേണ്ടി ജീവൻ നൽകിയവരാണ്. വസ്സാലിഹീൻ, സാലിഹ് എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? സൽക്കർമ്മം പ്രവർത്തിച്ചവനാണ്, അവനെയാണ് സാലിഹ് എന്ന് പറയുന്നത്. ഇവരൊക്കെ പഠിച്ചത് പ്രാവർത്തികമാക്കിയവരാണ്. ശേഷം രണ്ട് വിഭാഗം ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ട് രക്ഷ ചോദിപ്പിക്കുന്നു. ആരൊക്കെയാണ് അവർ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഒന്നാമത്തെ വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോപത്തിന് പാത്രീഭൂതരായവരാണ്. അതിൽ ഒന്നാമത് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ആരാണ്? യഹൂദന്മാരാണ്. എന്താണ് യഹൂദന്മാർക്ക് പറ്റിയ പിഴവ്? എന്തുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ കോപം ബാധിച്ചത്? അവർക്ക് സത്യം എന്താണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. അവരുടെ കയ്യിൽ തൗറാത്തുണ്ട്. തൗറാത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യം അവർക്ക് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാവുന്നു. സ്വന്തം കുട്ടികളെ അവർക്ക് അറിയാവുന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശരിയായ നബിയാണോ റസൂൽ എന്ന് അവർക്കറിയാം. പക്ഷെ അവരത് സ്വീകരിക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജൂതനായ ഒരു കുട്ടി അസുഖമായി കിടക്കുമ്പോൾ അവന്റെ അരികിൽ ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, അസ്ലിം, മുസ്ലിം ആകുന്നു. ഈ കുട്ടി അടുത്ത് നിൽക്കുന്ന തന്റെ വാപ്പയെ ഇങ്ങനെ നോക്കുകയാണ്. അയാൾ പറഞ്ഞു, അതി അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചു. നോക്കൂ, അയാൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ തന്റെ മകനോട് ഇസ്ലാം സ്വീകരിക്കാൻ അനുവാദം നൽകുന്നത്. പക്ഷെ അവരത് സ്വീകരിച്ചോ? അവരത് സ്വീകരിച്ചു. യഹൂദരിൽ എത്രയോ പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ ലൗ ആമന ബി അശ്റതും മിനൽ യഹൂദ് ലആമന ബിൽ യഹൂദ്. മദീനയിലുള്ള യഹൂദരിൽപ്പെട്ട 10 പുരോഹിതന്മാർ അവരെന്നിൽ വിശ്വസിച്ചാൽ ബാക്കിയുള്ള യഹൂദരെല്ലാം എന്നിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. പുരോഹിതന്മാർ സത്യം മനസ്സിലായിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറായി. അറിഞ്ഞിട്ടും അവർ പ്രാവർത്തികമാക്കിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം അവരെ ബാധിക്കുകയുണ്ടായി. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? വലദ്ദാല്ലീൻ. അവർ വഴികേടിലായ ആളുകളാണ്, വഴിതെറ്റിപ്പോയ ആളുകളാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നസാറാക്കളാണ്. എന്തുകൊണ്ടാണ് നസാറാക്കൾ വഴികേടിലായവരാണ് എന്ന് പറഞ്ഞത്? അവരുടെ കയ്യിൽ ഇഞ്ചീലില്ല. അള്ളാഹു നൽകിയ ഗ്രന്ഥം അത് അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് അവരുടെ കൈകളിൽ ഇരിക്കുന്ന ഇഞ്ചീൽ, പുതിയ നിയമം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയതല്ല എന്ന കാര്യം അവർ തന്നെ സമ്മതിക്കുന്നതാണ്. അത് പിന്നീട് വന്ന ആളുകൾ എഴുതിയതാണ്. അള്ളാഹു അവതരിപ്പിച്ച് നൽകിയ ഇഞ്ചീൽ അത് അവരുടെ പക്കലില്ല. എന്നാൽ ഈ അറിവില്ലാതിരുന്ന ആളുകളായിട്ടും അവർ തങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും അവരുടെ വികാരങ്ങൾ കൊണ്ടും പല ആരാധനകളും പുതുതായി ഉണ്ടാക്കി. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നസാറാക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ വറഹ്ബാനിയതൻ ഇബ്തദഊഹ. അവരാണ് ബ്രഹ്മചര്യം ഉണ്ടാക്കിയത്. കല്യാണം കഴിക്കുന്നില്ല എന്ന ബ്രഹ്മചര്യം ഉണ്ടാക്കിയത് നസാറാക്കളാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ്. എന്താണ് ഈ ചെയ്യുന്നത്? വിവാഹം കഴിക്കാതെ പിടിച്ചു വെക്കാൻ. മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രകടമായി നിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അവന്റെ ശാരീരികമായ വൈകാരികതകൾ. അതിനെയാണ് അവർ പിടിച്ചു കെട്ടുന്നത്. അത് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ വിവാഹം കഴിക്കില്ല. ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടില്ല. അവർ അറിവില്ലാതെ പ്രവർത്തിച്ചു, അങ്ങനെ വഴികേടിലായി. മറ്റുള്ളവർ അറിവുള്ളവരായിരുന്നു, പക്ഷേ ആ അറിവനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് അവർ വഴികേടിലായി. ഈ രണ്ടു മാർഗങ്ങളിൽ നിന്നും നിസ്കാരത്തിൽ നാം രക്ഷ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത്, മൻ ഫസദ മിൻ ഉലമാഇനാ ഫഫീഹി ശബഹും മിനൽ യഹൂദ്. മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ അവർ പിഴച്ചു പോവുകയാണ് എങ്കിൽ അവർക്ക് യഹൂദരോട്
യഹൂദരോടാണ് സാദൃശ്യമുള്ളത്. അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ അതിന് എതിരെ പറഞ്ഞാൽ, അതിന് എതിരെ പ്രവർത്തിച്ചാൽ അവൻ യഹൂദരോടാണ് സാദൃശ്യം വെക്കുന്നത്. വമൻ ഫസദ മിൻ ഉബ്ബാദിനാ ഫഫീഹി ശബഹും മിനൻ നസാറ. എന്നാൽ അറിവില്ലാത്ത പാമര ജനങ്ങൾ, അവർ പഠിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പിഴച്ചുപോയാൽ അവർ നസാറാക്കളോടാണ് സദൃശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടു വടികട, ഇതിലേതെങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാൾ നല്ലത് എന്ന് പറയേണ്ടതില്ല. ഒരാൾ പഠിക്കുന്നതിൽ കുറവ് വരുത്തിയാൽ അവൻ തെറ്റുകാരനാണ്, ഒരാൾ പഠിച്ചിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവൻ തെറ്റുകാരനാണ്.